ലാലിഗയിൽ ഓസസോണ മാച്ചിന് ശേഷം ബാസ ഏറ്റുമുട്ടാൻ വേണ്ടി പോകുന്നത് അൽവസിനെതിരെയാണ്. അപ്പോൾ അൽവസ് എന്ന് പറയുന്ന ടീം നിലവിലുള്ള ലാലിഗ ടേബിളിൽ 11ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ടീമാണ്. കഴിഞ്ഞ 5 മത്സരത്തിൽ അവർക്കാകെ 2 മാച്ച് വിൻ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഓസസോണയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വീക്കായിട്ടുള്ള ഒരു സ്ക്വാഡിലുള്ള ടീം തന്നെയാണ് അൽവസ്. അപ്പോൾ ആ ഒരു ടീമിനെതിരെ ഒരു വീക്ക് സ്റ്റാർട്ടിംഗ് ലെവൻ ഇറക്കുന്നതിന് പകരം, അതായത് സ്ക്വാഡ് റൊട്ടേഷൻ നടത്തുന്നതിന് പകരം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ലെവൻ ഇറക്കുകയാണെങ്കിൽ ബാസക്ക് വലിയൊരു മാർജിനിൽ വിൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ ഓസസോണ മാച്ചിൽ വീക്ക് സ്റ്റാർട്ടിംഗ് ലെവൻ ഇറക്കിയപ്പോഴേക്കും നമുക്ക് നല്ലൊരു മാർജിനിൽ തോൽക്കേണ്ടി വന്നു. അത് റിപ്പീറ്റ് ആവരുത് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഫ്ലിക്കിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറയുകയുണ്ടായി, അതായത് 4 ദിവസത്തെ ഒരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. സോ സ്ക്വാഡ് റൊട്ടേഷൻ ഉണ്ടാവത്തില്ല, സ്ഥിരമുള്ള സ്റ്റാർട്ടിംഗ് ലെവൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നൊക്കെ കൺഫേം ആക്കിയിട്ടുണ്ട്. പറഞ്ഞ പോലെ അത് നടക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ ഒരു മാച്ചിൻ്റെ സ്ക്വാഡ് ലിസ്റ്റിൽ ഷെസ്നി ഇല്ല. അദ്ദേഹത്തെ ഇപ്പോൾ ലാലിഗയിൽ ബാസ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ക്വാഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം അദ്ദേഹം എന്തായാലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനേക്ക് പിന്നെ ഒരു ടൈറ്റ് കോമ്പറ്റേറ്ററായിട്ട് നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നതൊക്കെ. പിന്നെ റീസെൻ്റ് ആയിട്ട് റയൽ മാഡ്രിഡ് വേഴ്സസ് വിയറയൽ മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. 6 മത്സരത്തിൽ റയൽ മാഡ്രിഡ് 2-0 വിൻ ചെയ്തു. വിനീഷ്യസിൻ്റെയും വാൽവർദയുടെ ഗോളോട് കൂടിയാണ് റയൽ മാഡ്രിഡ് ആ ഒരു വിന് കരസ്ഥമാക്കിയിട്ടുള്ളത്. അതിൽ എനിക്കിഷ്ടപ്പെട്ടത് വാൽവർദയുടെ ആ ഒരു ഗോളായിരുന്നു. കിഡിലനായിട്ടുള്ളൊരു ഗോളായിരുന്നു അത്. അങ്ങനെ ഈ ഒരു മാച്ചിൻ്റെ വിജയത്തോടു കൂടി നിലവിലുള്ള ലാലിഗ ടേബിളിൽ റയൽ മാഡ്രിഡ് 2ാം സ്ഥാനത്താണുള്ളത്, അതും 21 പോയിൻറ്റ്സോട് കൂടി. അതേസമയത്ത് ബാസ ആണെങ്കിൽ 1ാം സ്ഥാനത്ത് 21 പോയിൻറ്റ്സോട് കൂടി. അപ്പോൾ അലവസിനെതിരെയുള്ള മാച്ചിൽ ബാസ വിൻ ചെയ്താൽ മാത്രമേ ആ ഒരു പോയിൻറ്റ് ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നടക്കുകയോ ഇല്ലയോ എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം. പിന്നെ ഈ ഒരു വിയറയൽ വേഴ്സസ് റയൽ മാഡ്രിഡ് മാച്ചിൽ കാർവഹാളിന് ഇഞ്ചറി വന്നിട്ടുണ്ട്. ACL ടയർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല ടൈം എടുക്കേണ്ടി വരും ആ ഒരു ഇഞ്ചറിയിൽ നിന്നും റിക്കവർ ആകാൻ. എന്തായാലും ഗെറ്റ് വെൽ സൂൺ ഡാനി കാർവഹാൾ. അപ്പോൾ ഇനി പറയാനുള്ളത് ഗ്യാവിയെക്കുറിച്ചാണ്. അപ്പോൾ പ്ലെയറിന് ഇപ്പോൾ ഈ ഒരു ACL ഇഞ്ചറി ഒക്കെ വന്നതാണ്. അപ്പോൾ ആ ഒരു ഇഞ്ചറിയിൽ നിന്നും പ്ലെയർ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആയിട്ടുണ്ട്. ട്രെയിനിങ് ഒക്കെ പ്രോപ്പറായിട്ട് നടത്തുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ഒക്കെ പറയുന്നത് ഈ ഒരു മാസം തന്നെ പ്ലെയർ അവൈലബിൾ ആവുമെന്നാണ്. പ്ലെയർ സ്ക്വാഡിന് വേണ്ടിയിട്ട് അവൈലബിൾ ആവുന്നുണ്ടെങ്കിലും ഫ്ലിക്ക് യൂസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം നടക്കുന്ന 3 മാച്ച്, അതായത് സെവിയ മാച്ച്, റയൽ മാഡ്രിഡ് മാച്ച്, അതേപോലെ തന്നെ ബയൺ മാച്ച് ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ആ ഒരു മാച്ചിൽ റഷ് കാണിച്ചിട്ട് ഗ്യാവി കളിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പ്ലെയറിൻ്റെ കോൺഫിഡൻസിനെ ചിലപ്പോൾ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ കൊണ്ട് ഈ ഒരു മാച്ചിൽ ഫ്ലിക്ക് കളിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. പകരം നവംബർ മുതൽ പ്ലെയർ അവൈലബിൾ ആവുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടു തന്നെ അറിയാം. പിന്നെ ഡാനി ഓൾമോ ഇപ്പോൾ ഇഞ്ചറിയിൽ നിന്നും റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് പോകണമെങ്കിൽ സെവിയ മാച്ചിൽ പ്ലെയർ അവൈലബിൾ ആവുമെന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു ബാസോ വേഴ്സസ് അൽവസ് മാച്ചിന് ശേഷം നടക്കാൻ വേണ്ടി പോകുന്നത് ഇൻ്റർനാഷണൽ ബ്രേക്കാണ്. അപ്പോൾ സ്പെയിന് അവരുടെ സ്ക്വാഡ് ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഡെല ഫ്ലൂവൻ്റെ, പെഡ്രിനും, ലെമിൻ യമാലിനും, ഫെറാൻ ടോറസ്, അതേപോലെ തന്നെ കുബാർസിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ലെമിൻ യമാലിനും പെഡ്രിനും ഒഴിവാക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഡെല ഫ്ലൂവൻ്റെ ചെയ്യാൻ നിന്നില്ല. അതുമാത്രമല്ല ഈ ഒരു ലിസ്റ്റിൽ ഇനിക്കോ മാർട്ടിനസ് വരുമെന്ന് വിശ്വസിച്ചു, പക്ഷേ അതും കണ്ടില്ല. പിന്നെ ഈ ഒരു സ്ക്വാഡ് ലിസ്റ്റിൽ ബാൾഡിയും ഇല്ല. അപ്പോൾ ബാൾഡി ഇല്ലാത്തതിൻ്റെ പേരിൽ ചില പാസ ഫാൻസ് അവരുടെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൾഡെ ആ ഒരു പഴയ ഫോമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ബാൾഡേക്കാളും മികച്ച രീതി പെർഫോം ചെയ്യുന്ന താരങ്ങളാണ് ഗ്രിമാൾഡും കുക്കറയും. അതുകൊണ്ട് ആ താരങ്ങളെ വിളിച്ചതിൽ തെറ്റൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ഈ ഒരു കെസേഡോനെയും അതേപോലെ തന്നെ പാബ്ലോ ടോറേനെയും സ്പെയിൻ്റെ അണ്ടർ-21 സ്ക്വാഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റഫീനിയ, ജൂൾസ് കോണ്ടി, അതേപോലെ തന്നെ ലെവൻഡോസ്കി എന്നീ താരങ്ങളെ ഈ ഒരു നാഷണൽ ടീമിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം നടക്കുന്ന മാച്ച് സെവിയ, ബയൺ, അതേപോലെ തന്നെ റയൽ മാഡ്രിഡ് മാച്ചാണ്. അപ്പോൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചൊക്കെ തന്നെയാണ് ഈ 3. അപ്പോൾ ആ 3 മത്സരത്തിലും ഇഞ്ചുറി ഇഷ്യൂസ് ഇല്ലാതെ പ്ലേയേഴ്സ് അവൈലബിൾ ആകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കില്ല എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം. പിന്നെ പ്ലേയേഴ്സിന് ഇങ്ങനെ ടൈറ്റായിട്ടുള്ള ഷെഡ്യൂൾസ് കൂടുന്നത് കുറക്കുക എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഈ ഒരു ടൈറ്റായിട്ടുള്ള ഷെഡ്യൂൾ വരുമ്പോൾ കുറേ ഇഞ്ചുറീസ് വരും. ഇപ്പോൾ തന്നെ കുറേ ACL ഇഞ്ചുറീസ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ വേറെ പല ഇഞ്ചുറീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇഞ്ചുറി ഇഷ്യൂസിൻ്റെ എണ്ണം കുറക്കണമെങ്കിൽ ടൈറ്റായിട്ടുള്ള ഷെഡ്യൂൾസിൻ്റെ എണ്ണം കുറക്കണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള കറക്റ്റ് ആക്ഷൻസ് ഇതിൻ്റെ അതോറിറ്റീസ് നടത്തുമെന്ന് വിശ്വസിക്കുന്നു. നടക്കില്ല എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. ഈ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.